സ്കൂളുകളിൽ സുംബ ഡാൻസ് നടപ്പാക്കുന്നതിനെതിരെ സമസ്ത യുവജന വിഭാഗം. കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ധാർമ്മികത നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇത്തരം നൃത്തത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിൽ ചില രക്ഷിതാക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് സ്കൂളുകളിൽ നടപ്പാക്കേണ്ട കാര്യം എന്തേ? ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇന്റർനെറ്റിൽ ഇതേക്കുറിച്ച് പരിശോധിച്ചാൽ ലഭിക്കുന്ന വിവരം. അതിൽ ബെല്ലി ഡാൻസിന്റെ ഭാഗങ്ങൾ വരെയുണ്ട്. കുട്ടികളെ ബെല്ലി ഡാൻസ് കളിപ്പിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അതിലൂടെ ഫിറ്റ്നസ് നടത്തണമെന്നത് അവർക്ക് അരോചകമായിരിക്കും. ഇത് നിർബന്ധമായി നടപ്പാക്കണം എന്ന് സർക്കാർ പറഞ്ഞതായി അറിവില്ല. പക്ഷേ ഇത് നടന്നു വന്നാൽ പിന്നീട് അതൊരു പൊതുവായ കാര്യമായി മാറും. അബ്ദുസമദ് പൂക്കൂട്ടൂർ പറഞ്ഞു. അതേസമയം സ്കൂളുകളിലേക്ക് സുംബ കൊണ്ടുവരുന്നത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. ഒരു ഗൂഢാലോചന ഇതിനു പിന്നിൽ നടക്കുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. സ്കൂളുകളിൽ കായികാധ്യാപകരെ നിയമിക്കുകയാണ് വേണ്ടതെന്നും നവാസ് പറഞ്ഞു. സുംബ ഡാൻസ് എന്നത് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. സുംബ ഡാൻസ് 1990 ശേഷം കൊളംബിയൻ നൃത്ത സംവിധായകൻ രൂപകൽപ്പന ചെയ്ത പാശ്ചാത്യ നൃത്ത സംഗീതം ഉൾപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു ചേർന്ന് ആടിപ്പാടിയുള്ള വിനോദമാണ്. ഇത് സ്കൂളിലാകെ ഒരു ആരോഗ്യ പദ്ധതിയായി വരുമ്പോൾ ചില കുട്ടികൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് മാനസിക പ്രയാസം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സുംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ഉപകാരപ്രദമാണോ, അതോ കുട്ടികൾക്ക് അത് എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമോ നാളെ? അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്കെല്ലാം ഇത് താല്പര്യമുണ്ടോ, ഇത് പഠിപ്പിക്കുന്നതിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും ഇപ്പം സ്കൂളുകളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ബിസിനസ് തലത്തിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് നൃത്തരൂപവും ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക, അതിൽ നിന്ന് വരുമാനം കിട്ടുക എന്നതാണ് ഒരു ലക്ഷ്യമായിട്ട് മിക്ക ആൾക്കാരും കാണുന്ന ഇതിനെ. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക.